ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്തികളും നമുക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി നീ ലെങ്ത്തിൽ വന്നിട്ടുള്ള കുർത്തികളാണ്. ഈ ഒരു കുർത്തീൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നത് ഏകദേശം ഈ കുർത്തികളെല്ലാം തന്നെ ഒരു 2-3 മാസം യൂസ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഈ ഒരു കുർത്തി വന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ പോളി ക്രേപ്പ് മെറ്റീരിയലാണ്. വൈറ്റ് കളറിൽ ബ്ലൂവും ഗ്രീനും ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ആലിയ കട്ട് മോഡലിലുള്ള ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 260 റുപ്പീസ് ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ഇപ്പം മീഷോയിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 297 ആണ്. ഇനി നമുക്ക് മാർച്ച് 1-2 ഓഫർ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് വന്നിട്ട് ലാർജ് സൈസാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു വി നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ട് ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ആലിയ കട്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മളെ ചെസ്റ്റിൻ്റെ നെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെസ്റ്റിൻ്റെ പോർഷനിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ 2-3 മാസമായിട്ട് തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ടും കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന കുർത്തി എന്ന് പറയുന്നത് വീണ്ടും ഒരു എലൈൻ കുർത്തി തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കുറച്ചും കൂടി ഒരു കോട്ടൺ മിക്സഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. 3/4 ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് നമ്മളെ കോളർ വന്നിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മൊത്തം ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ചെറിയൊരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് കളറിൽ ചെറിയൊരു പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ശരിക്കും പ്രിൻ്റ് അല്ല കേട്ടോ, ശരിക്കും ചെറിയ ഒരു എംബ്രോയ്ഡറിയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു വൈറ്റ് കളറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു എംബ്രോയ്ഡറിയാണ്. ഞാനിപ്പോൾ ഇത്രയും നാൾ യൂസ് ആക്കിയിട്ടും ആ ഒരു എംബ്രോയ്ഡറിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു എംബ്രോയ്ഡറിയാണ്. പിന്നെ ഈ ഒരു കുർത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല, ചെറിയ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ചെറിയ രീതിയിൽ സീത്രൂ ആണ്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അടിയിൽ എന്തെങ്കിലും പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. എന്നാലും നമ്മൾ മറ്റ് കുർത്തികളൊക്കെ വെച്ച് നോക്കുമ്പം ഈ കൂട്ടത്തിൽ കുറച്ച് സീത്രൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ്. വേറെ പ്രശ്നമൊന്നും എനിക്ക് ഈ കുർത്തിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ നീളം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കുർത്തികളെക്കാട്ടിലും കുറച്ചും കൂടെ ഇത്തിരി, ഒരുപാടൊന്നുമില്ല, നമ്മൾ നീന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ആണ് ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് നീ ലെങ്ത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നീ ലെങ്ത്ത് ഒന്നും കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ലെങ്ത്താണ് ഈ ഒരു കുർത്തിക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കുർത്തീൻ്റെ റേറ്റും വന്നിട്ട് ബിലോ 500 തന്നെയാണ്. അപ്പം ഇതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മീഷോയിലൊക്കെ ഓഫർ വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചതിനേക്കാളും റേറ്റ് കുറവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലിങ്കും ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്തി എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ വീഡിയോയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. മാത്രമല്ല മീഷോയിൽ ഞാൻ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് റയോൺ ആണ്. പിന്നെ കളർ വന്നിട്ട് ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു എലൈൻ നീ ലെങ്ത് കുർത്തിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ്സ് ആണ്. ഈ ഒരു സ്ലീവ്സ് കണ്ടിട്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് തന്നെയാണ്. 3/4 കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ബലൂൺ ഫിറ്റിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ്സ് ആണ്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഒന്നും വരുന്നില്ല, നോർമൽ ആയിട്ടുള്ള ഒരു ബലൂൺ ഫിറ്റ് സ്ലീവാണ്. പക്ഷേ നല്ല ഭംഗിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കി കഴിയുമ്പോൾ ആ ഒരു സ്ലീവ്സ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു റൗണ്ട് നെക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ത്രെഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ടൈ ചെയ്യുന്ന രീതിയിൽ യൂസ് ആക്കണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. ഞാൻ ആ ഒരു ഓപ്പണിങ് എനിക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഒരു ഓപ്പണിങ് ക്ലോസ് ആക്കിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ.
അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സമയത്ത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 316 രൂപയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 353 രൂപയാണ്. അപ്പം ഇതിൻ്റെ വേറെയും കളർ ഷെയ്ഡ് മീഷോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. റെഡും ബ്ലാക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് വന്നിട്ട് മീഡിയം ആണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന അധിക പ്രൊഡക്റ്റും മീഡിയം അല്ലെങ്കിൽ ലാർജാണ് വാങ്ങിക്കാറുള്ളത്. ഇതിൻ്റെ ആക്ച്വൽ സൈസ് മീഡിയം ആണ്. പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കായതുകൊണ്ട് പേടി കൊണ്ട് മാത്രം ഞാനൊരു സൈസ് അപ്പ് വാങ്ങിക്കലാണ്. അങ്ങനെയാണ് ലാർജ് വാങ്ങിക്കാറുള്ളത്. ഇത് എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വർത്താവുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മീഷോന്ന് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ഷോർട്സിലൊക്കെ ഓൾറെഡി ഇട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു നോർമൽ നീ ലെങ്ത് കുർത്തിയാണ്. ഈ കുർത്തി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം ആവാറായിട്ടുണ്ട്. അത്രയും കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്നിട്ടും ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ ഈ അടുത്തായിട്ട് ഇതിനൊരു പ്രശ്നം വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിച്ച് ചെറുതായിട്ട് ഏതോ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് വിട്ടുപോയി എന്നുള്ളതാണ് കേട്ടോ. അതന്നെ ഞാൻ അത്രയും യൂസ് ആക്കിയതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റും എനിക്ക് തോന്നാത്തൊരു പ്രൊഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇതും ബിലോ 500 റേറ്റിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 381 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സിൽ ഒരു എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു ബലൂൺ ഫിറ്റ് സ്ലീവ്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയൊരു പ്ലീറ്റ്സ് പോലെയൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു ബലൂൺ ഫിറ്റ് പോലത്തെ ഒരു സ്ലീവ്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് അവർ പറഞ്ഞിട്ടുള്ളത് കോട്ടൺ ആണെന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് യൂസ് ആക്കിയ സമയത്ത് കോട്ടൺ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു സെമി കോട്ടൺ പോലെയൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു സെമി കോട്ടൺ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു പോളിസ്റ്ററൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പ്യുവർ കോട്ടൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. ഈ ടീഷർട്ടും എനിക്ക് മീഷോന്ന് വാങ്ങിയിട്ട് കുറേ പേര് നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം നമ്മൾ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കുക. കാരണം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് റിവ്യൂ വീഡിയോ ഇടുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് ആണ്. കറക്റ്റ് 3/4 വരുന്നില്ല, മുട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നീ ലെങ്ത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ടാണ് നെക്ക് വന്നിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട്. വളരെ ചെറിയ സ്ലിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിട്ടിട്ട് നടക്കാനൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 326 രൂപയാണ്. ഞാൻ ഇത്ര നാളെ യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ കളർ ഫെയ്ഡാവും, ഇത് നരച്ചു പോവും, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ടീഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വൽ സൈസിനേക്കാളും 1-2 സൈസ് അപ്പ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല്ലാ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ.